ചാലിയാറിൽ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള തെരച്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് നോക്കാം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഉണ്ട്. ഇക്ബാൽ, വനമേഖലയിലടക്കം പാണൻകായം അവിടെയൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇരുട്ടുകുത്തിയിലൊക്കെ മുങ്ങൽ വിദഗ്ധരുടെ കൂടി സഹായം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് തെരച്ചിലെന്ന് കേട്ടിരുന്നു. ഇന്നത്തെ തെരച്ചിൽ എവിടെയൊക്കെയാണ് കേന്ദ്രീകരിക്കുന്നത്? സുജയ, ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയാണ് ഈ മുണ്ടേരിയിൽ നിന്നുള്ള ഈ ജനകീയ തെരച്ചിൽ ആരംഭിച്ചത്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസമെല്ലാം ഉണ്ടായതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ ഉൾപ്പെടെ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. തണ്ടർബോൾട്ടും അതുപോലെ തന്നെ NDRF സേനയും മറ്റ് പോലീസ് ഫയർഫോഴ്സ് സേനകളെല്ലാം ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ചാലിയാർ പുഴ കടന്ന് ഉൾവനത്തിനകത്തേക്ക് പോയിരിക്കുകയാണ്. 5 കിലോമീറ്ററിന് അപ്പുറമാണ് ഈ കുമ്പളപ്പാറ എന്ന് പറയുന്ന മേഖല. ആദ്യഘട്ടത്തിൽ അവിടെ വരെ ആയിരിക്കും തെരച്ചിൽ നടത്തുക. അതിനുശേഷമാണ് 12 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ പരപ്പൻപാറ എന്ന് പറയുന്ന വനമേഖലയിലേക്ക് ഉൾപ്പെടെ തെരച്ചിൽ സംഘം എത്തുക. നിലവിൽ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഒരു ശരീരഭാഗം കണ്ടെത്തി എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത് സ്ഥിരീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തെരച്ചിൽ സംഘത്തിൽ നിന്നുള്ള ഒരാൾ അറിയിച്ചുള്ള വിവരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മൃതശരീരത്തിൻ്റെ ഭാഗം കാലാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ ആ ശരീരഭാഗം ഇവിടെ ഈ മുണ്ടേരി ഭാഗത്തേക്ക് എത്തിക്കും. ഞാനിപ്പോൾ ഉള്ളത് ഈ ഇരുട്ടുകുത്തി മേഖലയിലാണ്. ഇവിടെ നിന്നാണ് ഇന്നലെ ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. ഇവിടെയുള്ള ഒരു മണൽത്തിട്ടയുടെ അടിയിലായി ഈ ശരീരഭാഗം ഇന്നലെ കണ്ടെത്തുകയായിരുന്നു. പ്രദേശവാസികളായ ചില യുവാക്കൾ ഇന്നലെ നായ്ക്കളുടെ ശബ്ദം കേട്ട് പരിശോധിച്ചപ്പോഴാണ് ഒരു മൃതദേഹം കണ്ടെടുത്തതും ഒക്കെ മുബഷീർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇക്ബാൽ അറക്കൽ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഉള്ളിലേക്ക്, അതായത് ഈ ആറിന്റെ മറുകരയിലുള്ള ഭാഗത്താണോ തെരച്ചിൽ നടക്കുന്നത്? അതായത് അവിടെ ഇപ്പോൾ ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ അടങ്ങുന്ന 40 അംഗ സംഘം തിരയാൻ പോയിട്ടുണ്ട്. അത് നമ്മൾ മറുകരയിലായി കാണുന്ന ഭാഗത്താണോ? ഇന്ന് ചാലിയാറിൻ്റെ ഈ 2 കരകളിലും തെരച്ചിൽ നടത്താനാണ് ഉദ്യോഗസ്ഥർ തീരുമാനം. 2 കരകളിലും സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള തെരച്ചിൽ സംഘം വനത്തിനകത്തേക്ക് പോയിരിക്കുകയാണ്. ഈ സംഘം രാവിലെ 8 മണി മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ഉച്ചയ്ക്ക് 2 മണി വരെ തെരച്ചിൽ തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ മമ്പാട് പറയുന്ന ഭാഗത്തുള്ള റെഗുലേറ്ററി കം ബ്രിഡ്ജിൻ്റെ ഭാഗത്താണ് മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലും നടക്കുന്നത്. അല്പസമയം മുമ്പ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ സമയത്താണ് പറഞ്ഞത്, ഈ മണൽത്തിട്ടകൾ ഇന്നലെ ഞാൻ പറഞ്ഞു വന്നതായിരുന്നു. ഇന്നലെ ഈ മണൽത്തിട്ടയുടെ അടിയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ ഇരുട്ടുകുത്തിയിൽ ഈ രക്ഷാപ്രവർത്തകർ അതുപോലെ തന്നെ ഈ തെരച്ചിൽ ആളുകളെല്ലാം എത്തിയിരുന്നതിന് തൊട്ടപ്പുറത്ത് 100 മീറ്റർ അകലെ നിന്നാണ് ഈ മൃതദേഹം 2 ആഴ്ചകൾക്ക് ശേഷം കണ്ടെത്തിയത്. അത് ഈ മണൽത്തിട്ടയുടെ അടിയിലായതുകൊണ്ടായിരുന്നു കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പിന്നീട് നായ്ക്കൾ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്നാണ് ആ മൃതദേഹം കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മണൽത്തിട്ടകൾ, പുതുതായി രൂപപ്പെട്ടുള്ള മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ശക്തമാക്കാനാണ് നിലവിൽ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഇപ്പോൾ വനത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള ഈ തെരച്ചിൽ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട്. ഈ പുഴയുടെ കര കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് പൂർണ്ണമായും നടക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഈ NDRFിനെയും തണ്ടർബോൾട്ടിനെയും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസിനെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാം സേനാംഗങ്ങൾ വനത്തിനകത്തേക്ക് പോയിട്ട് ഇവർക്കൊപ്പമാണ് സന്നദ്ധ പ്രവർത്തകരും പോയിട്ടുള്ളത്. കൂടുതൽ പേരും ഈ പുഴ മുറിച്ച് കടന്ന് അകത്തേക്ക് 8 മണിയോടുകൂടി പ്രവേശിക്കുകയായിരുന്നു. ഇന്ന് മലപ്പുറം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട്. ചാലിയാർ പുഴയുടെ ഈ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ നടത്തുന്നത് അത് അത്രതരം എളുപ്പമാവില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കണമെന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെയാണ് സുജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാലിയാർ ഒഴുകിപ്പോകുന്ന ഈ ഇരുട്ടുകുത്തിക്ക് താഴെയുള്ള പ്രദേശമായ ഈ പനങ്കയും ഭാഗത്തെല്ലാം തെരച്ചിൽ നടത്തുന്നത്. ഇതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മമ്പാട് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഭാഗത്തും ഇപ്പോൾ മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്നത്. അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും മരത്തിൻ്റെയോ അതല്ലെങ്കിൽ മണൽത്തിട്ടയുടെയോ അടിയിൽ ഏതെങ്കിലും ശരീരഭാഗമോ അല്ലെങ്കിൽ മൃതദേഹമോ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു തെരച്ചിൽ മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് 2 മണിവരെ ഈ തെരച്ചിൽ തുടരും. ഏറ്റവും ഒടുവിലായി ലഭിച്ചുള്ള വിവരപ്രകാരം ഉൾവനത്തിനകത്ത് ഏകദേശം കുമ്പളപ്പാറയ്ക്ക് അടുത്തായി ഒരു ശരീരഭാഗം കണ്ടെത്തി എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതുവരെയും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. അവിടെ അകത്തേക്ക് പോയിട്ടുള്ള തെരച്ചിൽ സംഘത്തിലെ ഏതാനും ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിച്ചുള്ള വിവരങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ലഭിക്കും എന്നാണ് കരുതുന്നത്. സുജയ.